ഹായ് ഫ്രണ്ട്സ്, ഈ കേരളം ഓൺലൈൻ സർവീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സേവന പെൻഷൻ എന്നുകൂടി അറിയപ്പെടുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾക്ക് ഓൺലൈനായി എങ്ങനെ അപേക്ഷിക്കാം എന്നതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സാണ് ഇന്നിവിടെ നോക്കുന്നത്. ഏറ്റവും കൂടുതൽ അപേക്ഷകരുള്ള വാർദ്ധക്യകാല പെൻഷന് എങ്ങനെ ഓൺലൈനായി അപേക്ഷിക്കാം എന്ന് നോക്കുന്നതിനോടൊപ്പം കർഷക തൊഴിലാളി പെൻഷൻ, ഡിസബിലിറ്റി പെൻഷൻ, വിധവ പെൻഷൻ തുടങ്ങിയവയും വീഡിയോയിൽ പരിശോധിക്കുന്നുണ്ട്. അപേക്ഷിച്ച് അപ്രൂവലായി പെൻഷൻ ID ലഭിക്കുന്നതുവരെയുള്ള ഭാഗങ്ങൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപേക്ഷിച്ച ശേഷം എന്തൊക്കെ ചെയ്യണം, ഏതൊക്കെ പ്രോസസ്സുകൾക്ക് ശേഷമാണ് അപ്രൂവലായി പെൻഷൻ ID ലഭിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വീഡിയോയിൽ വിശദമായി പരിശോധിക്കുന്നുണ്ട്. വളരെ ശ്രദ്ധാപൂർവം ചെയ്യേണ്ടുന്ന ഒരു പ്രോസസ്സാണിത്. അതുകൊണ്ട് വീഡിയോ ആദ്യ അവസാനം കണ്ട ശേഷം ചെയ്യുവാൻ ശ്രമിക്കുക. ഇത്തരത്തിലുള്ള ഓൺലൈൻ പ്രോസസ്സുകൾ മാത്രമടങ്ങിയ വീഡിയോകളാണ് ചാനൽ പോസ്റ്റ് ചെയ്യുന്നത്. കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ ഏതാണ്ട് 30ലധികം വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുമായി ബന്ധപ്പെട്ട ഓൺലൈൻ പ്രോസസ്സുകളടങ്ങിയ 100 കണക്കിന് വീഡിയോകൾ ചാനലിൽ ലഭ്യമാണ്. നിങ്ങൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക. ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. സാമൂഹ്യ സുരക്ഷാ പെൻഷന് വേണ്ടി അപേക്ഷിക്കേണ്ടുന്ന വെബ്സൈറ്റ് ഇതാണ്. സൈറ്റ് അഡ്രസ് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ പ്രധാനമായും കർഷക തൊഴിലാളി പെൻഷൻ, വാർദ്ധക്യകാല പെൻഷൻ, അതേപോലെ തന്നെ ഇന്ദിരാഗാന്ധി ദേശീയ ഡിസബിലിറ്റി പെൻഷൻ, 50 വയസ്സ് കഴിഞ്ഞ അവിവാഹിതരായ വനിതകൾക്കുള്ള പെൻഷൻ, ഇന്ദിരാഗാന്ധി ദേശീയ വിധവ പെൻഷൻ സ്കീം, അങ്ങനെ 7ഓളം വിവിധ വിഭാഗങ്ങളിലായിട്ടുള്ള പെൻഷൻ സ്കീമുകളാണുള്ളത്. ഇവയ്ക്കെല്ലാം പ്രതിമാസം ഇപ്പോൾ 1600 രൂപ വച്ചാണ് നൽകുന്നത്. ഭാവിയിൽ ഈ തുക വർദ്ധിപ്പിക്കുവാനുള്ള സാധ്യതയും കൂടുതലാണ്. സൈറ്റിൻ്റെ മുകൾ ഭാഗത്തായി മാനദണ്ഡങ്ങൾ എന്ന് കാണാം. ഇവിടെ പ്രസ് ചെയ്താൽ ഓരോ പെൻഷൻ സ്കീമിനും ആവശ്യമായ മാനദണ്ഡങ്ങൾ അല്ലെങ്കിൽ കണ്ടീഷൻസ് എന്തൊക്കെയാണെന്ന് തൊട്ട് താഴെ കാണിക്കുന്നുണ്ട്. ആവശ്യമായ രേഖകൾ എന്തൊക്കെയാണ് എന്നും അവിടെ പറയുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ആൾക്കാർ അപേക്ഷിക്കുന്ന ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷൻ്റെ പ്രധാനപ്പെട്ട കണ്ടീഷൻസും രേഖകളും എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. വാർദ്ധക്യകാല പെൻഷൻ അപേക്ഷിക്കുന്ന ആളിൻ്റെ കുടുംബ വാർഷിക വരുമാനം 1 ലക്ഷം രൂപയിൽ താഴെയായിരിക്കണം. അതുപോലെ സർവീസ് പെൻഷനോ കുടുംബ പെൻഷനോ വാങ്ങിക്കുന്ന ആൾ ആകരുത്. ആദായ നികുതി റിട്ടേൺ സമർപ്പിക്കുന്ന ആളാകരുത്. അതുപോലെ തന്നെ അപേക്ഷകൻ്റെ പേരിലോ കുടുംബത്തിൻ്റെ പേരിലോ 2 ഏക്കറിൽ കൂടുതൽ വസ്തു ഉണ്ടാകാൻ പാടില്ല. 1000 cc കൂടുതൽ എൻജിൻ കപ്പാസിറ്റി ഉള്ള 4 അതിലധികമോ ചക്രങ്ങളുള്ള ടാക്സി അല്ലാത്ത വാഹനങ്ങൾ ഉണ്ടാകാൻ പാടില്ല. അതുപോലെ തന്നെ 60 വയസ്സിന് മുകളിൽ പ്രായമുണ്ടായിരിക്കണം അപേക്ഷകന്. പൊതുമേഖലാ സ്ഥാപനങ്ങളിലോ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ് സ്ഥാപനങ്ങളിലോ ജോലി ഉണ്ടാകാൻ പാടില്ല. അപേക്ഷകൻ കേരളത്തിൽ സ്ഥിര താമസമായിട്ട് 3 വർഷത്തിൽ കൂടുതൽ ആയിരിക്കണം. അതുപോലെ തന്നെ സ്ഥിരമായി താമസിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലാണ് അപേക്ഷിക്കേണ്ടുന്നത്. ഒന്നിലധികം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ അപേക്ഷിക്കുവാൻ പാടില്ല. അപേക്ഷകൻ്റെ വീടിൻ്റെ വിസ്തീർണം ചതുരശ്ര മീറ്ററിൽ ചതുരശ്ര അടിയിൽ 2000 സ്ക്വയർ ഫീറ്റിൽ കൂടുതലാകാൻ പാടില്ല. ഇത്രയൊക്കെയാണ് വാർദ്ധക്യകാല പെൻഷൻ അപേക്ഷിക്കുന്നവർ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ, പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ബാക്കിയൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ഓരോ പെൻഷൻ്റെയും മാനദണ്ഡങ്ങൾ പ്രസ് ചെയ്താൽ അതിൻ്റെ കണ്ടീഷൻസ് തൊട്ട് താഴോട്ട് വരും. വലത് സൈഡിലുള്ള എന്തൊക്കെ ലിങ്കിൽ പ്രസ് ചെയ്താൽ ഏതൊക്കെ രേഖകൾ സമർപ്പിക്കണമെന്നും അറിയുവാൻ സാധിക്കും. ഇവയൊക്കെ നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാവുന്നതാണ്. ഇത് വിശദീകരിക്കാൻ നിന്നാൽ ഒരുപാട് സമയമെടുക്കും. മാത്രവുമല്ല, ഇതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളടങ്ങിയ വേറൊരു വീഡിയോ സെപ്പറേറ്റ് ചെയ്യുന്നുമുണ്ട്. ഇനി നമുക്ക് രജിസ്റ്റർ ചെയ്ത് അപേക്ഷിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. സൈറ്റിൻ്റെ മുകൾ വശത്തായിട്ട് ഫയലിംഗ് എന്ന് കാണാം. അവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പേജ് വരികയും ആ പേജിൽ നമുക്ക് മൊബൈൽ നമ്പരും പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്യുവാനുള്ള ഓപ്ഷനുണ്ട്. ആദ്യമായിട്ട് സൈറ്റിൽ പ്രവേശിക്കുന്നവർ രജിസ്റ്റർ ചെയ്യേണ്ടതുകൊണ്ട് അതിനായിട്ട് താഴെയായിട്ട് പുതിയതായി രജിസ്റ്റർ ചെയ്യുവാൻ എന്നൊരു ലിങ്ക് കാണാം. അവിടെ പ്രസ് ചെയ്ത് മുന്നോട്ട് പോകണം. തുടർന്ന് വരുന്ന പേജിൽ ആദ്യം അപേക്ഷകൻ്റെ പേര് കൊടുക്കുകയും പിന്നീട് മൊബൈൽ നമ്പരും ഇമെയിൽ ID കൊടുക്കണം. അതിനുശേഷം ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യേണ്ടതുകൊണ്ട് ആൽഫ ന്യൂമറിക് ആയിരിക്കണം. ഉദാഹരണത്തിന് അപേക്ഷകൻ്റെ പേര് കൊടുത്തതിന് ശേഷം @123 കൊടുക്കാം. അതിനകത്ത് അപേക്ഷകൻ്റെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരം ക്യാപിറ്റൽ ലെറ്റർ കൊടുക്കുക. 2 പ്രാവശ്യം ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതുപോലുള്ള പാസ്വേഡുകൾ കൊടുക്കാവുന്നതാണ്. അതിനുശേഷം 3-4 രഹസ്യ നമ്പറുകൾ കാണാം. അത് അതേപോലെ ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം രജിസ്റ്റർ എന്നുള്ള ബട്ടണിൽ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടുന്നത്. തുടർന്ന് യൂസർ രജിസ്ട്രേഷൻ പൂർത്തിയായിരിക്കുന്നു എന്ന് എഴുതി കാണിക്കുന്നതും ഇനി നമുക്ക് നേരത്തെ കൊടുത്ത ഫയലിംഗ് വഴി ലോഗിൻ ചെയ്യാൻ സാധിക്കും. ഓക്കെ കൊടുക്കാവുന്നതാണ്. അതിനുശേഷം മുകളിൽ കാണുന്ന ഫയലിംഗിൽ ഒരിക്കൽ കൂടി പ്രസ് ചെയ്ത് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത യൂസർ ID ആയിട്ടുള്ള മൊബൈൽ നമ്പരും അതിനുശേഷം നമ്മൾ ക്രിയേറ്റ് ചെയ്ത പാസ്വേഡും കൊടുത്ത് നേരത്തെ കൊടുത്തതുപോലെ താഴെയുള്ള രഹസ്യ നമ്പറുകൾ കൊടുത്ത് പ്രവേശിക്കുക എന്നുള്ള ലിങ്കിൽ പ്രസ് ചെയ്ത് ലോഗിൻ ചെയ്യുവാനും ഇവിടെ പാസ്വേഡ് റീസെറ്റ് ചെയ്യുവാനും ഒക്കെ ഉള്ള സൗകര്യം കൊടുത്തിട്ടുണ്ട്.
ഇവിടെ മുകളിൽ കാണുന്ന ലോഗിൻ ഒഫീഷ്യൽ ലോഗിനിന് വേണ്ടിയുള്ളതാണ്. നമുക്ക് ഈ ഫയലിങ്ങിൽ പ്രസ് ചെയ്താണ് ലോഗിൻ ചെയ്യേണ്ടത്. ഞാനിവിടെ ലോഗിൻ ചെയ്തിരിക്കുകയാണ്. ഇതാണ് ആപ്ലിക്കൻ്റ് ഡാഷ്ബോർഡ്. ഇവിടെ താഴെയായിട്ട് യൂസർ പ്രൊഫൈൽ എന്ന് കാണാം. അവിടെ പ്രസ് ചെയ്ത് നമ്മൾ രജിസ്ട്രേഷൻ ടൈമിൽ കൊടുത്ത ഡീറ്റെയിൽസ് വേണമെങ്കിൽ എഡിറ്റ് ചെയ്ത് സേവ് ചെയ്യുവാൻ സാധിക്കും. ഇനി നമുക്കിവിടെ ഒരു പുതിയ പെൻഷന് വേണ്ടി അപേക്ഷിക്കുന്നതിനായി മുകളിൽ ആപ്ലിക്കേഷൻസ് എന്ന് കാണാം. അവിടെ പ്രസ് ചെയ്യുമ്പോൾ താഴെ ന്യൂ പെൻഷൻ എന്ന് വരും. അവിടെ പ്രസ് ചെയ്താണ് മുന്നോട്ട് പോകേണ്ടുന്നത്. അതിനുശേഷം ആദ്യമായിട്ട് പെൻഷൻ അപേക്ഷിക്കുന്ന ആളിൻ്റെ ജില്ല ആദ്യം രേഖപ്പെടുത്തി കൊടുക്കണം. അതിനുശേഷം പ്രാദേശിക സർക്കാർ തരം എന്നുള്ളിടത്ത് മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, ഗ്രാമപഞ്ചായത്ത്, അങ്ങനെ 3 വിഭാഗങ്ങളുണ്ട്. ഇതിലേതിലാണോ താമസിക്കുന്നത് അത് തിരഞ്ഞെടുത്ത് കൊടുക്കണം. ഞാനിവിടെ ഗ്രാമപഞ്ചായത്ത് തിരഞ്ഞെടുത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം പ്രാദേശിക സർക്കാരിൻ്റെ പേര് എന്നുള്ളിടത്ത് ഗ്രാമപഞ്ചായത്ത് തിരഞ്ഞെടുത്തതുകൊണ്ട് നിങ്ങളുടെ പഞ്ചായത്ത് ഏതാണോ, ഗ്രാമപഞ്ചായത്ത് ഏതാണോ അതാണ് തിരഞ്ഞെടുത്ത് കൊടുക്കേണ്ടത്. അതേസമയം മുനിസിപ്പാലിറ്റിയോ കോർപ്പറേഷനോ ആണ് നിങ്ങൾ മുകളിൽ തിരഞ്ഞെടുത്ത് വരുന്നതെങ്കിൽ അതനുസരിച്ചാണ് ഇവിടെ തിരഞ്ഞെടുത്ത് കൊടുക്കേണ്ടത്. അതിന് വലത് സൈഡിലായി പെൻഷൻ തരം എന്ന് കാണാം. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതും ശ്രദ്ധിച്ച് കൊടുക്കേണ്ടതും. ഇവിടെ കർഷക തൊഴിലാളി പെൻഷൻ, ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷൻ, അതേപോലെ ഡിസബിലിറ്റി പെൻഷൻ മാനസികവും ശാരീരികവും എന്ന് 2 തരത്തിലുണ്ട്. അത് കഴിഞ്ഞ് 50 വയസ്സ് കഴിഞ്ഞ അവിവാഹിതരായ വനിതകൾക്ക് ഉള്ള പെൻഷൻ. അടുത്തത് ഇന്ദിരാഗാന്ധി ദേശീയ വിധവ പെൻഷൻ സ്കീം. അങ്ങനെ ഇത്രയും സ്കീമുകളാണ് ഇതിലുള്ളത്. ഇതിൽ നിന്നും അനുയോജ്യമായ ഒന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഏതാണോ അത് തിരഞ്ഞെടുത്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഞാനിവിടെ വാർദ്ധക്യകാല പെൻഷൻ തിരഞ്ഞെടുത്ത് കൊടുക്കുകയാണ്. ഇവിടെ ഏതാണോ തിരഞ്ഞെടുക്കുന്നത് അതനുസരിച്ച് വേണ്ടുന്ന മാനദണ്ഡങ്ങൾ ആദ്യം നമ്മൾ കാണിച്ചത് വായിച്ചു മനസ്സിലാക്കിയിരിക്കണം. അതിനുശേഷം അതിനാവശ്യമായ ഡോക്യുമെൻറ്റ്സും കരുതിയിരിക്കണം. ഡോക്യുമെൻറ്റ്സിനെ കുറിച്ചൊക്കെ പിന്നീട് നമ്മൾ നോക്കുന്നുണ്ട്. അങ്ങനെ പെൻഷൻ സ്കീം തിരഞ്ഞെടുത്തതിന് ശേഷം അവിടെ കാണുന്ന നെക്സ്റ്റിൽ പ്രസ് ചെയ്ത് അടുത്ത സ്റ്റേജിലേക്ക് പോവുകയാണ്. ഇവിടെ പെൻഷന് അപേക്ഷിക്കുന്ന വ്യക്തിയുടെ ആധാർ നമ്പർ കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. സ്റ്റേജ് 2 വെരിഫിക്കേഷനാണ്. നിലവിൽ പെൻഷൻ ഗുണഭോക്താവാണോ എന്ന് പരിശോധിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. പെൻഷൻ അപേക്ഷകൻ്റെ ആധാർ നമ്പർ അവിടെ ടൈപ്പ് ചെയ്തതിന് ശേഷം സ്റ്റേജ് 2 എന്നുള്ളിടത്ത് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ഇനി ചെയ്യേണ്ടുന്നത്. തുടർന്ന് നമ്മൾ ആധാർ ഓതൻറ്റിക്കേറ്റ് ചെയ്യേണ്ടതുണ്ട്. ഇവിടെ 2 രീതിയിൽ ഓതൻറ്റിക്കേറ്റ് ചെയ്യാം. ഡെമോഗ്രാഫിക് ഓതൻറ്റിക്കേഷനും OTP ഓതൻറ്റിക്കേഷനും. ഞാനിവിടെ ചെയ്യുന്നത് ഡെമോഗ്രാഫിക് ഓതൻറ്റിക്കേഷനാണ്. അതിന് നേർക്കുള്ള റൗണ്ട് എനേബിൾ ചെയ്തതിന് ശേഷം ആധാറിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പേര് ഇംഗ്ലീഷിൽ അതേപോലെ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. പേരിൻ്റെ ആദ്യം ക്യാപിറ്റൽ ലെറ്റർ ആണെങ്കിൽ അത് അതേപോലെ കൊടുക്കണം. ഇനിഷ്യൽ ഉണ്ടെങ്കിൽ അത് ക്യാപിറ്റൽ ലെറ്റർ ആണെങ്കിൽ അതേപോലെ തന്നെ കൊടുക്കണം. ഗ്യാപ്പും എല്ലാം എങ്ങനെയാണോ ആധാറിൽ കൊടുത്തിരിക്കുന്നത് അതേപോലെ കൊടുത്തതിന് ശേഷം താഴെ വന്ന് അതെ എന്ന് കൊടുത്തിരിക്കുന്നതിന് നേർക്കുള്ള റൗണ്ട് എനേബിൾ ചെയ്ത് കൊടുക്കണം. അപ്പോൾ തൊട്ടടുത്ത് തന്നെ ഓതൻറ്റിക്കേറ്റ് എന്നുള്ളൊരു ലിങ്ക് വരും. ആ ഓതൻറ്റിക്കേറ്റിൽ നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. തുടർന്ന് ആധാർ ഓതൻറ്റിക്കേഷൻ സക്സസ്ഫുൾ എന്നെഴുതി കാണിക്കുന്നതും ഒരു ടിക്ക് മാർക്ക് വരുന്നതും നമുക്ക് കാണാം. ഇവിടെ പേരൊക്കെ കറക്റ്റായിട്ട് അതേപോലെ ആണെങ്കിൽ മാത്രമേ ഈ ടിക്ക് മാർക്ക് നമുക്ക് ലഭിക്കുകയുള്ളൂ. തുടർന്ന് താഴോട്ട് കുറേ കോളംസ് വരുന്നതാണ്. ഇതൊക്കെ നമ്മൾ ഫില്ല് ചെയ്യണം. പിന്നീട് തിരുത്താൻ കഴിയുന്നതല്ല. കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ മാത്രം കൊടുക്കുക. നമ്മൾ നേരത്തെ കണ്ട മാനദണ്ഡങ്ങളിൽ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ ഉള്ളത്. സർവീസ് പെൻഷൻ പറ്റുന്നയാളാണോ, ആദായ നികുതി റിട്ടേൺ സമർപ്പിക്കുന്നുണ്ടോ, ഇതെല്ലാം അല്ല എന്നാണ് ഞാൻ കൊടുക്കുന്നത്. PF പെൻഷൻ ഉണ്ടോ, അതുപോലെ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്നും പെൻഷൻ കൈപ്പറ്റുന്ന വ്യക്തിയാണോ, അതുപോലെ 2000 സ്ക്വയർ ഫീറ്റിൽ കൂടുതൽ വിസ്തീർണമുള്ള വീടുള്ള വ്യക്തിയാണോ, 1000 cc കൂടുതൽ ടാക്സി ഒഴികെയുള്ള 4 ചക്ര വാഹനമുണ്ടോ, പുനർവിവാഹിതയാണോ, അത് വിധവാ പെൻഷന് മാത്രമാണ്. പുനർവിവാഹിതർക്കും നിയമപ്രകാരം വിവാഹബന്ധം വേർപെടുത്തിയവർക്കുമൊന്നും വിധവാ പെൻഷന് അർഹത ഉണ്ടായിരിക്കുന്നതല്ല. ഇവിടെ പുനർവിവാഹിതയാണോ എന്നുള്ളത് ഇത് ബാധകമല്ലാത്തതുകൊണ്ട് അത് അവിടെ എനേബിൾ ആയിട്ടില്ല. ബാക്കിയെല്ലാം അല്ല എന്ന് തന്നെയാണ് കൊടുക്കേണ്ടുന്നത്. എങ്കിൽ മാത്രമേ നമുക്ക് പെൻഷന് അർഹത ഉണ്ടാവുകയുള്ളൂ. ഞാനിവിടെ എല്ലാം അല്ല എന്ന് തന്നെ കൊടുത്തിരിക്കുകയാണ്. അടുത്തത് വസ്തുവിൻ്റെ വിസ്തീർണം സംബന്ധിച്ച ഡീറ്റെയിൽസാണ് കൊടുക്കേണ്ടത്. സ്വന്തമായോ കുടുംബ ഉടമസ്ഥതയിലോ ഉള്ള ഭൂമിയുടെ വിസ്തീർണമാണ് കൊടുക്കേണ്ടത്. ഇവിടെ വിഭാഗം എന്നുള്ളത് പൊതുവിഭാഗം, പട്ടികജാതി, പട്ടികവർഗം, അങ്ങനെ ഇത്രയും വിഭാഗങ്ങളാണുള്ളത്. ഇതിലേതെങ്കിലുമാണ് കൊടുക്കേണ്ടത്. രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളത് കൊടുക്കേണ്ട കാര്യമില്ല. ഞാനിവിടെ പൊതുവിഭാഗം കൊടുക്കുകയാണ്. അതിനുശേഷം ഏക്കർ സെൻറ്റ് അടിസ്ഥാനത്തിലാണ് കൊടുക്കേണ്ടത്. നമുക്കറിയാം 2 ഏക്കറിൽ കൂടുതൽ വസ്തു ഉള്ളവർക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷന് അർഹത ഉണ്ടായിരിക്കത്തില്ല. ST വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഇത് ബാധകവുമല്ല. ഞാനിവിടെ സെൻറ്റ് അടിസ്ഥാനത്തിൽ കൊടുക്കുകയാണ്. പ്രതിമാസ EPF പെൻഷൻ തുക ഇവിടെ അത് ബാധകമല്ലാത്തതുകൊണ്ട് ഡിസേബിൾ ആയിരിക്കുകയാണ്. അടുത്തത് NBS പെൻഷൻ ലഭിക്കുന്ന വ്യക്തിയാണോ അല്ല എന്നാണ് കൊടുക്കേണ്ടുന്നത്. അടുത്തത് NBS പെൻഷൻ തുക അത് ഡിസേബിൾഡ് ആണ്. ഇത്രയും ശരിയായി കൊടുത്തതിന് ശേഷം താഴെ വന്ന് സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്ത് മുന്നോട്ട് പോവുകയാണ് ചെയ്യേണ്ടത്. തുടർന്ന് നമുക്ക് ഇങ്ങനെയൊരു പേജ് ലഭിക്കും. ഇവിടെ പെൻഷൻ വിവരങ്ങൾ ഫോം 1 എന്ന് കാണാം. ഈ ഒരു ഫോം കംപ്ലീറ്റ് നമ്മൾ ഫില്ല് ചെയ്യേണ്ടതുകൊണ്ട് ഇവിടെ കുറച്ച് ഭാഗങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ആധാർ നമ്പർ, അപേക്ഷകൻ്റെ പേര് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ബാക്കി കാര്യങ്ങൾ നമ്മൾ ജെൻഡർ തുടങ്ങിയവയൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കണം.
ഇവിടെ അപേക്ഷകൻ്റെ പേരും അഡ്രസ്സും ഒക്കെ മലയാളത്തിൽ ടൈപ്പ് ചെയ്യേണ്ടതുകൊണ്ട് ഇവിടെ ഒരു പ്രശ്നമുള്ളത്, മലയാളത്തിൽ നമുക്ക് ഗൂഗിൾ മലയാളം ഇൻപുട്ട് ടൂൾസോ അല്ലെങ്കിൽ ക്യാരക്ടർ മാപ്പോ ഒക്കെ ഉപയോഗിച്ച് കോപ്പി പേസ്റ്റ് ചെയ്ത് ഇവിടെ കൊണ്ടുവരുമ്പോൾ ഇത് ഇവിടെ അനുവദിക്കുന്നില്ല. അങ്ങനെ ഒരു പ്രശ്നം ഇവിടെ ഉണ്ട്. ഇതിന് നമ്മൾ ചെയ്യേണ്ടുന്നത് ISM അറിയാവുന്നവരാണെങ്കിൽ ISM ഉപയോഗിച്ച് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതല്ലെങ്കിൽ യൂട്യൂബിൽ മലയാളം ടൈപ്പിംഗ് ഇൻ കമ്പ്യൂട്ടർ എന്നോ ISM ടൈപ്പിംഗ് എന്നോ ഒക്കെ ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്താൽ ഇതിനുള്ള വീഡിയോകൾ ലഭിക്കും. അവിടെ ആയിക്ക് Shift+D, എന്നാണെങ്കിൽ Shift+E ആണെങ്കിൽ Shift+F, അങ്ങനെയുള്ള അതിനുള്ള കോഡ് അക്ഷരങ്ങൾ നമുക്ക് അവിടെ നിന്ന് ലഭിക്കും. അതുപയോഗിച്ച് കമ്പ്യൂട്ടറിൽ മലയാളം ഫോണ്ട് തിരഞ്ഞെടുത്തതിന് ശേഷം താഴെ വലത് സൈഡിൽ മലയാളമാക്കിയതിന് ശേഷം ഈ രീതിയിൽ Shift+D ഒക്കെ കൊടുത്ത് എന്നുള്ള അക്ഷരം ടൈപ്പ് ചെയ്യുക. അങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയേ നിർവാഹമുള്ളൂ. അതുപോലെ അവിടെ കെയർ ഓഫ് എന്നുള്ളൊരു കോളമുണ്ട്. ആരുടെ സംരക്ഷണയിലാണ് കഴിയുന്നത് എന്നുള്ളതാണ്. ഒന്നുകിൽ കെയർ ഓഫ് കൊടുത്തിട്ട് ആളിൻ്റെ പേര് കൊടുക്കാം. ആധാറിൻ്റെയൊക്കെ ബാക്കി സൈഡിൽ അങ്ങനെ ഒരു പേരുണ്ടാകും. അവിടെ വൈഫ് ഓഫ്, സൺ ഓഫ്, ഡോട്ടർ ഓഫ് എന്നൊക്കെ ആയിരിക്കും ആധാറിൻ്റെ ബാക്ക് സൈഡിൽ അഡ്രസ്സിനോട് ചേർന്നുണ്ടാവുക. ഒന്നുകിൽ അത് കൊടുക്കാം, അത് അല്ലെങ്കിൽ കെയർ ഓഫ് കൊടുത്തിട്ടൊരു പേര് കൊടുക്കാം. ആ പേരിൻ്റെയും മലയാളം ടൈപ്പ് ചെയ്യേണ്ടതുണ്ട്. മലയാളത്തിലും ഇംഗ്ലീഷിലും ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടുന്നത് എവിടെയൊക്കെയാണെന്ന് അവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അവിടെ എല്ലാം ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. പിന്നീടുള്ളത് ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. ഇവിടെ വയസ്സ് എന്നുള്ളിടത്ത് ഒരു ടിക്ക് മാർക്ക് കൊടുത്തതിന് ശേഷം തൊട്ട് താഴെ വയസ്സ് എത്രയാണെന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ തൊട്ട് വലത് സൈഡിൽ ജനന തീയതി ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ ഫെച്ച് ചെയ്ത് വരും. അതല്ല, നമുക്കൊരു ജനന തീയതി നമ്മുടെ കൈവശം ഉണ്ടെങ്കിൽ ആ വയസ്സെന്നുള്ളിടത്ത് ടിക്ക് മാർക്ക് ഒഴിവാക്കിയതിന് ശേഷം അവിടെ ജനന തീയതി എന്നുള്ളിടത്ത് ആ ജനന ഡേറ്റും മന്തും ഇയറും ടൈപ്പ് ചെയ്ത് കൊടുക്കുകയും ചെയ്യാവുന്നതാണ്. പിന്നീട് അതിനുശേഷം വാർഡ് നമ്പർ കൃത്യമായിട്ട് കൊടുക്കണം. അതുപോലെ വാർഡിൻ്റെ പേര് വളരെ കൃത്യമായിട്ട് കൊടുക്കണം. അതൊക്കെ വളരെ പ്രധാനപ്പെട്ട ഘടകങ്ങളാണിതിൽ. അതുപോലെ തന്നെ വീട്ടു നമ്പർ റേഷൻ കാർഡിലുണ്ടാകും. ആ വീട്ടു നമ്പരും കൃത്യമായിട്ട് തന്നെ കൊടുക്കണം. ഞാനിവിടെ സിസ്റ്റത്തിൽ താഴെ മലയാളം ആക്കിയതിന് ശേഷം ഫോണ്ടുകൾ ഓരോ അക്ഷരങ്ങളും ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. വീഡിയോ കണ്ട് അതിനാവശ്യമായിട്ടുള്ള അക്ഷരങ്ങൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. Shift+D എന്ന് പറഞ്ഞാൽ ഷിഫ്റ്റും ഡിയും കൂടെ പ്രസ് ചെയ്ത് കൊടുത്താൽ ആയാകും. അങ്ങനെ ഓരോന്നും നോട്ട് ചെയ്ത് വെച്ചിട്ട് ഓരോന്നും ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ISM അറിയാവുന്നവർക്ക് വളരെ നിഷ്പ്രയാസം ടൈപ്പ് ചെയ്യുകയും ചെയ്യാം. അതിനുശേഷം ഇവിടെ ഡേറ്റ് ഓഫ് ബർത്തിന് ഞാൻ വയസ്സ് ടൈപ്പ് ചെയ്ത് കൊടുത്തപ്പോൾ തൊട്ടിപ്പുറത്ത് ഡേറ്റ് ഓഫ് ബർത്ത് ഫെച്ച് ചെയ്ത് വന്നിരിക്കുകയാണ്. മേൽവിലാസം ഇംഗ്ലീഷിലും മലയാളത്തിലും ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതുകൊണ്ട് ആധാറിലുള്ള മേൽവിലാസം കൊടുക്കാവുന്നതാണ്. ID പ്രൂഫിലുള്ള മേൽവിലാസം കൊടുക്കാം. ഇതൊക്കെ യൂട്യൂബിൽ മലയാളം ടൈപ്പ് റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷ് എന്ന് സെർച്ച് ചെയ്ത് വീഡിയോ കണ്ട് ഓരോ അക്ഷരത്തിനും വേണ്ടുന്ന ഫോണ്ടുകൾ ഏതൊക്കെയാണെന്ന് എഴുതി വെച്ചതിന് ശേഷം ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം പിൻകോഡും പോസ്റ്റ് ഓഫീസും സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതുകൊണ്ട് അതിന് താഴോട്ടുള്ള ഡീറ്റെയിൽസൊക്കെ നമ്മൾ നേരത്തെ കൊടുത്തതാണ്. അതവിടെ എനേബിൾ അല്ല, അവിടെ ഒന്നും ചെയ്യേണ്ട ആവശ്യവുമില്ല. അതിനുശേഷം താഴെ വന്ന് സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്ത് മുന്നോട്ട് പോകാവുന്നതാണ്. അടുത്ത പേജിൽ നമ്മൾ ആദ്യം കൊടുക്കേണ്ടുന്നത് വിതരണത്തിനായി തിരഞ്ഞെടുക്കുന്ന രീതി. ഇവിടെ ബാങ്ക് അക്കൗണ്ട് കൊടുത്താൽ ആ അക്കൗണ്ടിലേക്ക് ഓരോ മാസവും ക്രെഡിറ്റ് ആവും തുക. അതുപോലെ ഈ മണി ഓർഡർ ആയിട്ട് വേണ്ടുന്നവർക്ക് അത് തിരഞ്ഞെടുക്കാം. അതല്ലാതെ ഡയറക്റ്റ് ടു ഹോം ത്രൂ കോപ്പറേറ്റീവ് ബാങ്ക്സ്, അതായത് നമ്മളെ വീടിനടുത്തുള്ള കോപ്പറേറ്റീവ് ബാങ്കിൽ നിന്നും പെൻഷൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന മാസങ്ങളിൽ നേരിട്ട് അതിന് ബാങ്കിൻ്റെ പ്രതിനിധി വീട്ടിൽ കൊണ്ടു തരുന്നതാണ് ആ ഒരു ഡയറക്റ്റ് ഹോം ത്രൂ കോപ്പറേറ്റീവ് ബാങ്ക് എന്നുള്ളത്. ഞാൻ അതാണ് കൊടുക്കുന്നത്. ബാക്കി ബാങ്ക് കൊടുക്കുന്നവർ ആ ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് IFSC കോഡും അക്കൗണ്ട് നമ്പരും ബ്രാഞ്ചിൻ്റെ പേരും ഒക്കെ കൊടുക്കേണ്ടുന്നതുണ്ട്. എനിക്കിവിടെ ഡയറക്റ്റ് ഹോം കൊടുത്തതുകൊണ്ട് ബാങ്ക് ഡീറ്റെയിൽസ് ഒന്നും കൊടുക്കേണ്ടി വന്നില്ല. പിന്നീടുള്ളത് ഇലക്ടർ കാർഡ് നമ്പർ, ഇലക്ഷൻ ID കാർഡ് നമ്പർ ഉണ്ടെങ്കിൽ കൊടുക്കാം, നിർബന്ധമല്ല. റേഷൻ കാർഡ് നമ്പർ നിർബന്ധമായും കൊടുക്കണം. ഏറ്റവും അവസാനം റേഷൻ കാർഡ് നമ്പരും കൊടുത്തതിന് ശേഷം സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്ത് അടുത്ത സ്റ്റേജിലേക്ക് പോകാവുന്നതാണ്. ഇവിടെ അപേക്ഷകൻ എത്ര കാലമായി കേരളത്തിൽ താമസിക്കുന്നു? കുറഞ്ഞത് 3 കൊല്ലം താമസിച്ചിരിക്കണം. എത്രയാണെന്ന് വെച്ചാൽ അനുയോജ്യമായത് അവിടെ കൊടുക്കാം. അടുത്തത് അപേക്ഷകൻ കുഷ്ഠം, ക്ഷയം, അർബുദം എന്നിവയ്ക്കുള്ളതല്ലാതെ മറ്റേതെങ്കിലും ആനുകൂല്യം അഥവാ പെൻഷൻ കൈപ്പറ്റുന്നുണ്ടോ എന്നത് അവിടെ കൃത്യമായിട്ട് കൊടുക്കുക. അടുത്തത് അപേക്ഷകൻ അഗതിയാണോ, യാചകനാണോ, അപേക്ഷകൻ അഗതി മന്ദിരത്തിലെ അന്തേവാസിയാണോ. ഇവിടെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതിന് നേർക്കുള്ള ചെക്ക് ബോക്സിൽ ടിക്ക് മാർക്ക് കൊടുക്കുകയാണ് വേണ്ടുന്നത്. ഈ പറഞ്ഞ 3 എണ്ണം കൊടുത്തു കഴിഞ്ഞാൽ അയോഗ്യതയാണ്. അതായത് അഗതി, യാചകൻ, അഗതി മന്ദിരത്തിലെ അന്തേവാസി തുടങ്ങിയവർക്കൊന്നും പെൻഷൻ ലഭിക്കത്തില്ല. അടുത്തത് അപേക്ഷകൻ മറ്റാരുടെയെങ്കിലും ആശ്രിതനാണോ, അത് അനുയോജ്യമായത് കൊടുക്കാം. ഞാനിവിടെ ടിക്ക് മാർക്ക് കൊടുക്കുകയാണ്. അപേക്ഷകൻ അവിവാഹിതനാണോ, അതും കറക്റ്റായിട്ട് കൃത്യമായിട്ട് കൊടുക്കണം. ഇതൊക്കെ ഇൻസ്പെക്ഷനും വെരിഫിക്കേഷനും ഒക്കെ ഉള്ളതാണ്. കൃത്യമായ കാര്യങ്ങൾ മാത്രമേ കൊടുക്കാവൂ. വിവാഹിതനാണോ വിവാഹിതയാണോ അത് കൃത്യമായിട്ട് കൊടുക്കുക. ഭർത്താവ് ഭാര്യ ജീവിച്ചിരിപ്പുണ്ടോ അതൊക്കെ കൃത്യമായിട്ട് കൊടുക്കണം. അതിനുശേഷം പ്രായപൂർത്തിയായ അവിവാഹിതരായ ആൺമക്കളുടെ എണ്ണം എത്രയുണ്ടെന്ന് കൃത്യമായിട്ട് കൊടുക്കണം. വിവാഹിതനാണോ എന്നുള്ള ടിക്ക് മാർക്ക് കൊടുക്കുമ്പോഴാണ് താഴോട്ട് ഈ 2 കോളംസും വരുന്നത്. പ്രായപൂർത്തി
പ്രായപൂർത്തിയായ അവിവാഹിതരായ പെൺമക്കളുടെ എണ്ണം തുടങ്ങിയവയൊക്കെ ആ ടിക്ക് മാർക്ക് കൊടുക്കുമ്പോഴാണ് വരുന്നത്. അതൊക്കെ കൃത്യമായിട്ട് കൊടുക്കണം. മൂത്ത മകൻ്റെ പ്രായം, മൂത്ത മകൻ്റെ ജനനത്തീയതി തുടങ്ങിയവയൊക്കെ കൃത്യമായിട്ട് കൊടുത്തു പോകണം. BPL ലിസ്റ്റിൽ ഉൾപ്പെടുന്ന അപേക്ഷകയാണോ അതെന്നോ അല്ലെന്നോ കൃത്യമായിട്ടുള്ളത് കൊടുത്തു പോവുക. അടുത്തത് പ്രായം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ഇതിൽ പ്രധാനമായിട്ടും കുറേ രേഖകൾ കൊടുത്തിട്ടുണ്ട്. ഇതിൽ പ്രധാനമായിട്ടും അക്സെപ്റ്റ് ചെയ്യാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട രേഖകൾ: സ്കൂൾ രേഖ അക്സെപ്റ്റ് ചെയ്യും, ജനന സർട്ടിഫിക്കറ്റ് സ്വീകരിക്കും, ഇലക്ഷൻ കമ്മീഷൻ നൽകുന്ന തിരിച്ചറിയൽ കാർഡിലെ ഡേറ്റ് ഓഫ് ബർത്ത്, അതുപോലെ തന്നെ മെഡിക്കൽ ഓഫീസർ സാക്ഷ്യപ്പെടുത്തിയ വയസ്സ് തെളിയിക്കുന്ന രേഖ. അതെന്താണെന്ന് തുടർന്നുള്ള ഭാഗങ്ങൾ നമ്മൾ കാണിക്കുന്നുണ്ട്. അത് അംഗീകരിക്കുന്ന ഒന്ന് തന്നെയാണ്. ആധാർ കാർഡിലെ ഡേറ്റ് ഓഫ് ബർത്ത് അംഗീകരിക്കത്തില്ല. പാസ്പോർട്ട്, ഡ്രൈവിംഗ് ലൈസൻസ് തുടങ്ങിയവ ഉപയോഗിക്കാം. ഇതൊക്കെയാണ് അംഗീകരിക്കപ്പെടുന്ന രേഖകൾ. ഞാനിവിടെ മെഡിക്കൽ ഓഫീസറുടെ സർട്ടിഫിക്കറ്റാണ് കൊടുത്തിരിക്കുന്നത്. അടുത്തത് വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയിട്ടുണ്ടോ, ആ ടിക്ക് മാർക്ക് നമ്മൾ കൊടുക്കണം. വരുമാന സർട്ടിഫിക്കറ്റ് ഇതിന് ആവശ്യമാണ്. അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയും വേണം. ഉടനെ തന്നെ താഴെയായിട്ട് വരുമാന സർട്ടിഫിക്കറ്റ് നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കാനുള്ള കോളം വരും. അതിന് വലത് സൈഡിലായിട്ട് സെക്യൂരിറ്റി കോഡ്, ആ വരുമാന സർട്ടിഫിക്കറ്റിൻ്റെ ഇടത് സൈഡിൽ താഴെയായിട്ട് അക്ഷരങ്ങളും അക്കങ്ങളും അടങ്ങിയ 4-5 ഡിജിറ്റ് ഉണ്ടാകും. അതവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ആപ്ലിക്കേഷൻ നമ്പർ ഇടത് സൈഡിൽ മുകളിലും ഉണ്ടാകും. ആപ്ലിക്കേഷൻ നമ്പറും സെക്യൂരിറ്റി കോഡും കൊടുത്തതിന് ശേഷം അവിടെ കാണുന്ന ഗെറ്റ് ഡേറ്റയിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വരുമാന സർട്ടിഫിക്കറ്റിൽ ലഭിച്ചിട്ടുള്ള വരുമാനം അവിടെ എഴുതി കാണിക്കുകയും സർട്ടിഫിക്കറ്റ് തന്ന ഡേറ്റ്, ഇഷ്യൂ ഡേറ്റും അവിടെ എഴുതി കാണിക്കും. ഓട്ടോമാറ്റിക് അത് എഴുതി കാണിക്കുന്നതാണ്. അതിനുശേഷം വില്ലേജ് ഓഫീസ് തിരഞ്ഞെടുക്കുകയാണ് ചെയ്യേണ്ടുന്നത്. ഇത്രയും ചെയ്തതിന് ശേഷം സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്ത് അടുത്ത സ്റ്റേജിലേക്ക് പോകാവുന്നതാണ്. തുടർന്ന് ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യാനുള്ള പേജാണ്. ഇവിടെ ആദ്യം അപേക്ഷകൻ്റെ ഫോട്ടോയാണ് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത്. PSCക്ക് ചെയ്യുന്ന പോലെ 150-200 പിക്സൽ സൈസിൽ JPEG ഫോർമാറ്റിൽ 30 KB താഴെയുള്ള JPG ഫോർമാറ്റിലുള്ള ഫയലാണ് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ചൂസ് ഫയലിൽ പ്രസ് ചെയ്തതിന് ശേഷം അപ്ലോഡ് ആൻഡ് സേവിൽ പ്രസ് ചെയ്ത് നമുക്കിത് ചെയ്യാവുന്നതാണ്. തുടർന്ന് സേവ് ചെയ്തിരിക്കുന്നു എന്ന് എഴുതി കാണിക്കുകയും ഓക്കെ കൊടുക്കുകയും ചെയ്യാവുന്നതാണ്. തുടർന്ന് താഴെയായി ഇതുമായി ബന്ധപ്പെട്ട ഡോക്യുമെൻറ്റ്സ് ആണ് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടുന്നത്. നമ്മൾ നേരത്തെ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് വേണം ഓരോ പെൻഷനുമെന്ന് കാണുകയുണ്ടായി. അതനുസരിച്ചുള്ള ലിസ്റ്റായിരിക്കും ഇവിടെ വന്നിട്ടുണ്ടാവുക. ഡോക്യുമെൻറ്റ്സ് എല്ലാം PDF ഫോർമാറ്റിലുള്ളതായിരിക്കണം. അതുപോലെ തന്നെ 200 KB താഴെയുള്ള ഫയൽ സൈസും ആയിരിക്കണം. ഇവിടെ ചൂസ് ഫയലിൽ പ്രസ് ചെയ്താണ് ഓരോന്നും അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ആദ്യത്തേത് പ്രായം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റാണ്. ഇതിന് ആധാർ ഉപയോഗിക്കാൻ സാധിക്കില്ല. മറ്റ് പ്രൂഫുകൾ എന്തൊക്കെയാണെന്ന് നേരത്തെ പറയുകയുണ്ടായി. ഇവിടെ ആധാർ ഉപയോഗിക്കാത്തത് കൊണ്ട് എല്ലാവർക്കും വയസ്സ് തെളിയിക്കുന്ന കൃത്യമായ രേഖ ഉണ്ടാകണമെന്നില്ല. ആ സാഹചര്യത്തിൽ നമുക്ക് മെഡിക്കൽ ഓഫീസർ സാക്ഷ്യപ്പെടുത്തിയ വയസ്സ് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് നൽകാവുന്നതാണ്. അതിൻ്റെ ഫോർമാറ്റാണിത്. ഞാനിവിടെ ഒന്നുകൂടി സൂം ചെയ്ത് കാണിച്ചിട്ടുണ്ട്. കുറച്ച് സെൻറ്റൻസുകൾ മാത്രമേ ഉള്ളൂ. DTP എടുത്ത് ഇത് ഫോം തയ്യാറാക്കാവുന്നതാണ്. ലിങ്ക് കൊടുത്ത് അത് പ്രായോഗികമല്ല. ഇത് കുറച്ച് സെൻറ്റൻസേ ഉള്ളൂ. നിങ്ങൾക്കിത് പകർത്തി ഇതേപോലെ DTP തയ്യാറാക്കാവുന്നതാണ്. ഗവൺമെൻറ് ഡോക്ടറാണ് സർട്ടിഫിക്കറ്റ് ചെയ്ത് തരേണ്ടുന്നത്. PH സെൻറ്ററിലേക്ക് ഡോക്ടറെ കണ്ട് ഈ ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാവുന്നതാണ്. ബാക്കി സർട്ടിഫിക്കറ്റുകളുടെയൊക്കെ ലിസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സ്ഥിരതാമസം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ആധാർ നൽകാവുന്നതാണ്. വരുമാന സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസിൽ നിന്ന് വാങ്ങിക്കുന്നത് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. ആധാർ കാർഡ് അപ്ലോഡ് ചെയ്യണം. പിന്നീട് റേഷൻ കാർഡ് നിർബന്ധമായിട്ടും അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. 2 പേജും അംഗങ്ങളുടെ പേര് വിവരവും ഫ്രണ്ട് പേജുമുള്ള റേഷൻ കാർഡ് ഒറ്റ പേജിലാക്കി അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. ബാങ്ക് പാസ്ബുക്ക് ഡയറക്റ്റ് അല്ലാതെ ബാങ്ക് വഴി പൈസ വരണമെന്ന് കൊടുത്തിട്ടുള്ളവർക്ക് മാത്രം ബാങ്ക് പാസ്ബുക്ക് അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇവിടെ ചൂസ് ഫയലിൽ പ്രസ് ചെയ്ത് ആവശ്യമായ ഡോക്യുമെൻറ്റ്സ് ഓരോന്നും ഇവിടേക്ക് കൊണ്ടുവന്നതിന് ശേഷം അപ്ലോഡ് ആൻഡ് സേവ് എന്നുള്ള ലിങ്കിൽ പ്രസ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഓരോന്നും. ഞാനിവിടെ ആവശ്യമായ ഡോക്യുമെൻറ്റ്സ് എല്ലാം അപ്ലോഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം താഴെ വന്ന് സേവ് എന്നുള്ള ബട്ടണിൽ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. തുടർന്ന് അപേക്ഷ എൻട്രി പൂർത്തിയായിരിക്കുന്നു, പരിശോധിച്ച് പ്രാദേശിക സർക്കാരിലേക്ക് സമർപ്പിക്കാവുന്നതാണെന്ന് ആണ് കാണിക്കുന്നത്. തുടർന്ന് നമുക്ക് ഓക്കെ കൊടുക്കാവുന്നതാണ്. ഇവിടെ പ്രാദേശിക സർക്കാർ എന്നാൽ പഞ്ചായത്തെങ്കിൽ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റിയോ കോർപ്പറേഷനിലോ താമസിക്കുന്നെങ്കിൽ ഇവിടെ നമ്മൾ അപ്ലോഡ് ചെയ്ത ഡോക്യുമെൻറ്റ്സിൻ്റെ ഒക്കെ ഒറിജിനലും ഇവിടെ നമുക്ക് വെരിഫിക്കേഷൻ റിപ്പോർട്ട് എന്ന് കാണാം. അവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എൻട്രി ചെയ്ത് കൊടുത്തതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് അടങ്ങിയ ഒരു PDF കിട്ടും. അതിൻ്റെ പ്രിൻ്റ് എടുത്തതിന് ശേഷം ഈ ഡോക്യുമെൻറ്റ്സിനൊപ്പം ഈ വെരിഫിക്കേഷൻ റിപ്പോർട്ടും കൂടി ഉള്ളടക്കം ചെയ്താണ് നേരിട്ട്, അതായത് പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ ആണെങ്കിൽ, കോർപ്പറേഷനിലോ ആണെങ്കിൽ കൊടുക്കേണ്ടുന്നത്. ആപ്ലിക്കേഷൻ സബ്മിഷൻ കഴിഞ്ഞിട്ടില്ല. വീണ്ടും ഇവിടെ നമുക്ക് സബ്മിറ്റ് ടു ലോക്കൽ ബോഡി എന്ന് കാണാം. അവിടെ പ്രസ് ചെയ്ത് കൊടുത്താൽ ഇഷ്യൂവർ എന്ന് ചോദിക്കുന്നതും ഓക്കെ കൊടുക്കാവുന്നതാണ്. ഇതോടുകൂടി ആപ്ലിക്കേഷൻ സബ്മിഷൻ കംപ്ലീറ്റ് ആവുന്നതും നമ്മൾ ഇൻബോക്സിലേക്ക് മടങ്ങിപ്പോകുന്നതുമായിരിക്കും.
അപേക്ഷയുടെ ഡീറ്റെയിൽസ് പഞ്ചായത്തിൽ അല്ലെങ്കിൽ മുനിസിപ്പൽ കോർപ്പറേഷനിൽ സമർപ്പിക്കുന്നതിന് അപേക്ഷകൻ നേരിട്ട് പോകണമെന്നില്ല. വീട്ടിൽ ബന്ധുക്കൾ ആരെങ്കിലും കൊടുത്താലും മതി. വാർഡ് മെമ്പറുടെ സാന്നിധ്യത്തിൽ കൊടുക്കുന്നത് നല്ലത് തന്നെയാണ്. ഇവിടെ എപ്പോൾ വേണമെങ്കിൽ ലോഗിൻ ചെയ്ത് ഇടത് സൈഡിൽ കാണുന്ന ഇൻബോക്സിൽ പ്രസ് ചെയ്ത് നമുക്കിതിൻ്റെ സ്റ്റാറ്റസ് അറിയാവുന്നതാണ്. ഇവിടെ പ്രാദേശിക സർക്കാരിലേക്ക് സമർപ്പിച്ചു എന്നാണ് ഇതിൻ്റെ സ്റ്റാറ്റസ് ഇപ്പോൾ കാണുന്നത്. അതിനടുത്തായി കാണുന്ന റിപ്പോർട്ടിൽ പ്രസ് ചെയ്ത് നേരത്തെ എടുത്തതുപോലെ റിപ്പോർട്ടിൻ്റെ പ്രിൻ്റ് എടുക്കുവാൻ സാധിക്കും. തൊട്ടടുത്തായിട്ട് എഡിറ്റ് ചെയ്യുവാനുള്ള ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. നമ്മൾ അപ്ലോഡ് ചെയ്ത ഡോക്യുമെൻസിനൊപ്പം ഈ ഒരു റിപ്പോർട്ടും കൂടി വെച്ചാണ് അതായത് പ്രാദേശിക സർക്കാരിലേക്ക് നേരിട്ട് സമർപ്പിക്കേണ്ടുന്നത്. ഇനി നമുക്ക് ഇത് എത്ര ദിവസം കൊണ്ട് അപ്രൂവ് ആയി കിട്ടി, അതിൻ്റെ പ്രൊസീജിയർ എന്താണ് എന്നൊക്കെ നോക്കാം. ഇതിൻ്റെ പ്രൊസീജിയർ എന്താണെന്ന് വെച്ചാൽ അത് നമ്മൾ അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ ഒരു വെരിഫിക്കേഷൻ ഉണ്ട്. ഇവിടെ ഇപ്പം വാർദ്ധക്യകാല പെൻഷനാണെങ്കിൽ VEO വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർക്ക് അയച്ചു കൊടുത്ത് VEO ആണ് വെരിഫൈ ചെയ്യുന്നത്. വിധവ പെൻഷനാണെങ്കിൽ ICD സൂപ്പർവൈസറാണ്. ഡിസബിലിറ്റി പെൻഷനാണെങ്കിൽ HI ഹെൽത്ത് ഇൻസ്പെക്ടറാണ് PH സെൻറ്ററിലെ. കർഷക തൊഴിലാളി പെൻഷൻ കൃഷിഭവനിലുമാണ് വെരിഫൈ ചെയ്യുന്നത്. അപേക്ഷകൻ്റെ ഭൗതിക സാഹചര്യങ്ങൾ വിലയിരുത്തിയാണ് ഈ വെരിഫിക്കേഷൻ നടപടികൾ പൂർത്തിയാക്കുന്നത്. ഇവിടെ കാണിച്ചതുപോലെ വിജയകരമായി ഓൺലൈൻ അപേക്ഷ സമർപ്പിച്ച ശേഷം അതായത് പ്രാദേശിക സർക്കാരിൽ ഡോക്യുമെൻറ്റ്സ് നേരിട്ട് സമർപ്പിച്ച ശേഷം ഈ വെരിഫിക്കേഷൻ നടപടികളും പൂർത്തിയായി കഴിഞ്ഞാൽ ബന്ധപ്പെട്ട ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അവിടെ അത് പാസ്സാക്കുകയുമാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ ഒരു അപേക്ഷ എത്ര ദിവസം കൊണ്ട് അപ്രൂവായി കിട്ടി എന്ന് നോക്കാം. ഏതാണ്ട് 3 മാസം കഴിഞ്ഞ് ഇൻബോക്സിൽ പ്രസ് ചെയ്തപ്പോൾ ഇങ്ങനെയൊരു റിസൾട്ടാണ് നമുക്കിവിടെ ലഭിച്ചിരിക്കുന്നത്. അപേക്ഷ അംഗീകരിച്ചു. പെൻഷൻ ID എന്ന് പറഞ്ഞ ആ IDയും അവിടെ കൊടുത്തിട്ടുണ്ട്. അവിടെ നമുക്ക് എൻട്രി തീയതി 25/11/2024 കാണാം. ഇപ്പോൾ 2025 മാർച്ച് മാസമാണ്. കഴിഞ്ഞ മാസം അവസാനം വരെയും നോക്കിയപ്പോൾ അപ്രൂവ് ആയിട്ടില്ലായിരുന്നു. ഏതാണ്ട് 3 മാസത്തിൽ കൂടുതൽ സമയമെടുത്തു. ഇതിനിടയ്ക്ക് ബൈ ഇലക്ഷൻ വന്നിരുന്നു. പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അപ്രൂവ് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ള പ്രശ്നവുമുണ്ട്. ഇലക്ഷൻ പോലുള്ള അടിയന്തര സാഹചര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇതിലും കൂടുതൽ വേഗത്തിൽ അപ്രൂവലായി കിട്ടുന്നതുമായിരിക്കും. ഇതോടെ ഈ ഒരു വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റൊരു വീഡിയോയുമായി ഉടൻ തന്നെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.